ചെറിയ എല്ലാവർക്കും സൂപ്പർ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് NDA കീം JEE ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് പറയാൻ പോകുന്നത്. നിങ്ങളതൊന്നും കൊണ്ട് ഒരു എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ടഫാണ്, ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള മനോഭാവമൊക്കെ കളഞ്ഞേക്കണം. നമ്മൾ പ്രോബ്ലം കാണുക, ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോണം. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസുകളുടെ രീതി കൂടെ ഉള്ളതാണ്. നിങ്ങൾ ഒരു എൻട്രൻസ് ആണെന്നുള്ള രീതിയിൽ കൂടെ കണ്ടു, പക്ഷേ ടഫാണെന്ന് മാത്രം അങ്ങ് വിചാരിച്ചുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസുകളെയും സമീപിക്കല്. ഈ പ്രോബ്ലമൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് കാണിക്കും. ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു ട്രിഗണോമെട്രിയിലെ അടിപൊളി ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കും. നിങ്ങളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകൾ, കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 10, 50 അല്ല, 1000 ക്വസ്റ്റ്യൻസുകൾ അത്രയും ചെയ്ത് പഠിച്ചെങ്കിൽ ഒരു എൻട്രൻസിന് പ്രയോജനം ചെയ്യുള്ളൂ. അല്ല നിങ്ങൾ ചെറിയ മീനെ ഇട്ട് വലിയ മീനെ പിടിക്കാം, അല്ലെങ്കിൽ ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കാം എന്ന് പറയുന്ന രീതിക്കുള്ളൊന്നും പറ്റില്ല. വലിയ മീനെ അല്ലെങ്കിൽ വലിയ മീനിനുള്ള തീറ്റ കൊടുത്തെങ്കിലേ വലിയ മീനെ കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഇവിടെയും നമ്മൾ കുറച്ച് സമയമൊക്കെ കൂടുതൽ ചിലവഴിക്കണം. ചെയ്യുന്നതിന് വേണ്ടി ക്ഷമ വേണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ വേട ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു മടിയില്ലാതെ ഇരിക്കാനുള്ള കാര്യം, അതാണ്. ഓക്കെ, അതുണ്ടായിരിക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ലോഗ് അത്രയും ഈ ലോഗിനുള്ളിലാണ് ഇവിടം തൊട്ട് ഇവിടം വരെയും ടു ദ ബേസ് 3 ആണ്. ഓക്കെ, ഇനി അകത്താര 5 + 4 log x - 3 ടു ദ ബേസ് 3 ഈക്വൽ ടു ദെൻ വാല്യൂ ഓഫ് എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ലോഗ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഒട്ടും പരിചയമില്ല. അതുകൊണ്ട് ഈ ലോഗിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വിടുക, അങ്ങനെയുള്ളതാ. അങ്ങനെ ചെയ്യരുത്. ലോഗിനെ നമുക്ക് പഠിച്ചാൽ വളരെ ഈസിയാണ്. കുറച്ച് പ്രോപ്പർട്ടീസുകൾ ഒന്ന് അപ്ലൈ ചെയ്യണമെന്ന് മാത്രം, ലോഗിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കിക്കുക. ലോഗ് ഓഫ് ബേസ് 3 ആണ്. ദിസ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദെൻ വാല്യൂ ഓഫ് എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു കുട്ടി റിസൾട്ട് പഠിക്കാം. ലോഗ് എ ടു ദ ബേസ് ബി ഈക്വൽ ടു സി. ഇതൊരു ലോഗരിതമിക് എക്സ്പ്രഷനാണ്. ലോഗ് എ ടു ദ ബേസ് ബി ഈക്വൽ സി. ഇവിടെ നമുക്ക് ലോഗിനെ ഒന്ന് കളയണം, ലോഗ് ഇല്ലാതെ താഴോട്ടൊന്ന് എഴുതണം. എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ ദിസ് എ ഈക്വൽ ടു ഈ ബി അങ്ങോട്ട് ചെന്നിട്ട് ബി റേസ് ടു സി, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എക്സ്പോണൻഷ്യലായി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഞാൻ എടുത്ത് എഴുതുകയാണ്. ലോഗ് ഓഫ് ബേസ് 3 ആണ്. 5 + 4 log x - 1 ടു ദ ബേസ് 3 ഈക്വൽ ടു 2. ഓക്കെ, അവിടെ നമുക്ക് ഈ എക്സ് വേണ്ടതുണ്ട്. ഈ എക്സ് അതിന് വേണ്ടി ചെയ്യേണ്ടത് ആദ്യം ഞാൻ ഈ ലോഗിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ലോഗിനെ ഇല്ലാതാക്കിയതുപോലെ ഈ ലോഗിനെ ഇല്ലാതാക്കുക. ബി എന്ന് പറയുന്ന ബേസിൻ്റെ ഇവിടെ സ്ഥാനത്ത് ഇവിടെ 3 ആണ്. അപ്പോൾ therefore ഇപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ലോഗിനുള്ളിൽ കിടക്കുന്ന DA എഴുതിയതുപോലെ ഇത്രയും എഴുതുമ്പോൾ 5 + 4 log x - 1 ടു ദ ബേസ് 3 ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 3 അങ്ങോട്ട് ചെന്ന് 3² ഈ സീക്വൽ എത്ര മോനെ 9. ഓക്കെ, അപ്പോൾ ഒരു ലോഗിനെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 5 + 4 log x - 1 ടു ദ ബേസ് 3 ഈക്വൽ ടു 9. 3² 9 ആയേ. നെക്സ്റ്റ് ഈ 5 അപ്പുറത്ത് തരുമ്പോൾ എന്ത് കിട്ടും നോക്കിയാൽ മോനെ 4 log x - 1 ടു ദ ബേസ് 3 ഈക്വൽ ടു 9 - 5 4 അല്ലേ. ഇപ്പോൾ നോക്കിക്കേ, ഇത്രയും ഈക്വൽ ടു 4 എന്നായി. ദാറ്റ് ഈസ്, അപ്പോൾ ഈ 4ഉം 4ഉം വേണേൽ കെട്ടിക്കളയാം, ശരിയല്ലേ. 4 log x - 3 ടു ദ ബേസ് 3 ഈക്വൽ ടു 4 ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ലോഗ് ഓഫ് x - 1 ടു ദ ബേസ് 3 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ അതുമായി കുഴപ്പമൊന്നുമില്ല. ഇത് ക്യാൻസലായി, ഇവിടെ 1 വന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ഈ ലോഗിന് ഒരു തവണയും കൂടെ കളയുമ്പോൾ ആൻസർ ആവും ലോഗ് ഓഫ് x - 1 ടു ദ ബേസ് 3 ഈക്വൽ ടു 1. പിന്നെ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് x - 1 ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ 3 അങ്ങോട്ട് ചെന്ന് 3 റേസ് ടു 1. വാട്ട് ഈസ് 3 റേസ് ടു 1? 3. ദാറ്റ് ഈസ് x - 1 ഈക്വൽ 3 ഓർ x ഈക്വൽ 3 + 1. ആൻസർ ഈസ് 4. കഴിഞ്ഞു. ഓക്കെ, സിമ്പിൾ. നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഇനി പറയാൻ പറ്റുമോ? ആർക്ക് ചെയ്യാൻ പറ്റാത്തത്? എൻട്രൻസ് ആഗ്രഹമുള്ള ഒരാൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിക്കണം. ദ വാല്യൂ ഓഫ് 1 + sin 2θ ഡിവൈഡഡ് ബൈ 1 - sin 2θ ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻസുകൾ 1 - 1 tan 45 + θ tan square 45 + θ. ഇതിലേതാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് ചെയ്ത് തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം, പക്ഷേ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 + sin 2θ ഡിവൈഡ് ബൈ 1 - sin 2θ. നമ്മൾ സിംപ്ലിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇതിനുള്ളിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ഇതിനായി ക്വസ്റ്റ്യൻ എടുത്തല്ല, ചുമ്മാ ഈ ക്വസ്റ്റ്യൻ എടുത്തതല്ല. ഇതിനുള്ളിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെയ്തു വരുമ്പോൾ. അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 + sin 2θ ഡിവൈഡ് ബൈ 1 - sin 2θ എന്ന് പറയുമ്പോൾ 1 + sin 2θയുടെ വാല്യൂ, sin 2θയ്ക്ക് പല വാല്യൂസ് ഉണ്ട് ഇല്ലയോ, അതിലെ നമ്മൾ ഒരാളെ എടുത്ത് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. പല രീതിയിൽ കൂടെ ഉണ്ട്. ഏറ്റവും എളുപ്പം നമ്മൾ ഏത് വേണമെന്നുള്ള sin 2θയ്ക്ക് ഒരു വാല്യൂ വരാൻ പോലെ വാട്ട് ഈസ് sin 2θ? sin 2θയുടെ ഒരു വാല്യൂ 2 sin θ cos θ എന്നൊരു വാല്യൂ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് sin 2θ മറ്റൊരെണ്ണമാണ് 2 tan θ ഡിവൈഡഡ് ബൈ 1 + tan സ്ക്വയർഡ് θ. ഇത് രണ്ടും sin 2θയുടെ രണ്ട് വാല്യൂസ്. ഫസ്റ്റ് വൺ ഈസ് സൈൻ ആൻഡ് കോസ്, സെക്കൻഡ് വൺ ഈസ് ടാൻ ഉള്ളി. ഓക്കെ, അതാണ്. ഇതിൽ ഏതാണ് നമുക്ക് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെയാണ് നമുക്ക് പ്രയോജനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1 + sin 2θയ്ക്ക് 2 tan θ ഡിവൈഡഡ് ബൈ 1 + tan സ്ക്വയർ θ ബൈ, ഇവിടെ അത് തന്നെ 1 മൈനസ് ഇയാൾക്ക് പകരം 2 tan θ ഡിവൈഡഡ് ബൈ 1 + tan സ്ക്വയർ θ. അപ്പോൾ ഈ പ്ലസും മൈനസും വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിമാണ്. അപ്പോൾ ഇതൊരു ഫ്രാക്ഷനാണ്, ഇതൊരു ഫ്രാക്ഷനാണ് ആണല്ലോ. രണ്ടിടത്തും നമ്മൾ ഇവിടെ ഒരു 1നെ 1/1 എന്ന് എഴുതി, അവിടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ 1 + tan സ്ക്വയർ θ ഇൻറ്റു 1 ആരാമനെ 1 + tan സ്ക്വയർ θ പ്ലസ് 1 × 2 tan θ 2 tan θ ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത് 1 + tan സ്ക്വയർ θ. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? നോക്കിക്കേ, ഇതേ ഇൻറ്റു 1 ഇതേ ഇൻറ്റു ഇത് ബൈ ഇതേ ഇൻറ്റു ഇത്, അതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ അത് തന്നെയാണ്, ബൈ 1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ 1 + tan സ്ക്വയർ θ ഇൻറ്റു 1 ആര് തന്നെയാണ് മോനെ 1 + tan സ്ക്വയർ θ മൈനസ് 1 × 2 tan θ മൈനസ് 2 tan θ ബൈ 1 × 1 + tan സ്ക്വയർ θ 1 + tan സ്ക്വയർ θ. ഇപ്പോൾ കോമൺ 1 + tan സ്ക്വയർ θകൾ എന്തായി പോയി മോനെ? ക്യാൻസൽ. ബാക്കി ന്യൂമറേറ്റർ ഒന്ന് വായിച്ച് നോക്കിക്കേ. 1 + tan സ്ക്വയർ θ പ്ലസ് 2 tan θ 1 + x² + 2x. വാട്ട് ഈസ് 1 + x² + 2x? 1 + x² + 2x എന്ന് പറഞ്ഞാൽ 1 + x ദ ഹോൾ സ്ക്വയർ ആമനെ. അപ്പോൾ ന്യൂമറേറ്ററിനെ നമുക്ക് 1 + tan സ്ക്വയർ θ പ്ലസ് 2 tan θയെ 1 + tan θ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ നോക്കിക്കുക 1 + x² മൈനസ് 2x, ദാറ്റ് ഈസ് 1 - x ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഹിയർ 1 - tan θ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിംപ്ലിഫിക്കേഷൻ പഠിക്കാൻ കൂടിയാണ്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, പക്ഷേ കുറച്ച് പേർക്ക് അറിയാൻ വയ്യാത്തവരുണ്ട്, അവരെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ 2ന് സ്ക്വയർ ഉണ്ട് മോനെ, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് a² / b² ക്യാൻ ബി a/b ദ ഹോൾ സ്ക്വയർ, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ 2ന് ഹോൾ സ്ക്വയർ ആകുമ്പോൾ രണ്ടുകൂടെ ചേർത്തൊരു ഹോൾ സ്ക്വയർ 1 + tan θ ഡിവൈഡഡ് ബൈ 1 - tan θ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, വളരെ ഫേമസ് ഫ്രാക്ഷനാണ് ഈ 1 + tan θ ബൈ 1 - tan θ. 1 + tan θ ബൈ 1 - tan θ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് tan ഓഫ് 45 പ്ലസ് തീറ്റയാണ്. ഓക്കെ, tan ഓഫ് a + b മാതിരി ചെയ്താൽ tan ഓഫ് a + b മാതിരി ചെയ്താൽ ഇത് കിട്ടും. 1 + ബൈ 1 - അതുകൊണ്ടാണ് tan 45 പ്ലസ് ആയത്. ഇവിടെ 1 മൈനസും ഇത് 1 പ്ലസ് വായിക്കഴിഞ്ഞാൽ ഇതും മൈനസ് ആവും. ഓക്കെ, ന്യൂമറേറ്ററിൻ്റെ സൈനാണ് ഇവിടെ നടുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് പിന്നെ സ്ക്വയർ ഇല്ലയോ, അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ കൊടുത്താൽ മതി. ആൻസർ ഈസ് tan സ്ക്വയർ 45 പ്ലസ് θ, ദാറ്റ്സ് ഓൾ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ, മനസ്സിലായല്ലോ. നല്ല ക്വസ്റ്റ്യൻ എന്നുള്ളതല്ല, കൊച്ചതാണേലും വലുതാണേലും മനസ്സിലാകുന്നതിലാണല്ലോ പ്രധാനം. ഓക്കെ, അപ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യൻസുകൾ ചെയ്തു. ഇതൊക്കെയാണ് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസുകൾ. നേരെ നമുക്ക് ഇതൊന്നും ചോദിച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എൻട്രൻസിനാന്ന് വിചാരിച്ചുകൊണ്ട് പഠിച്ചാൽ ഇത് മനസ്സിലായിരിക്കും. മനസ്സിലായെങ്കിൽ ഒരാൾക്കൊന്ന് ഷെയർ ചെയ്യാം, പിന്നെ ക്ലാസ് ഉണ്ട് ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് സഹായകരമാകുന്ന എല്ലാ കാര്യങ്ങളും തരും. മാക്സിമം മെറ്റീരിയൽ, മാക്സിമം ക്ലാസ്സസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ, ഇക്വേഷൻ ബുക്കിലെറ്റ് മാക്സിമം എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. എല്ലാവരും നല്ല ഒരു ക്ലാസ്സിന് വേണ്ടി, മീൻസ് നല്ല രീതിയിൽ കൂടെ, അല്ല കൊച്ചു പ്രോബ്ലംസുകൾ മാത്രം പഠിക്കുന്ന ക്ലാസ്സുകൾ കാണാതെ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ കാണാൻ പറ്റുന്നെങ്കിൽ പഠിക്കുക. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി ക്ലാസ്സുകളൊക്കെ വരും, ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ് എല്ലാം കിട്ടും. നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാം. ഗുഡ് ബൈ.